ഒരു ഭാര്യയും ഭർത്താവിനെ ഒരുമിച്ച് നിർത്തുന്നത് അത് അവരുടെ കഴിവല്ല ഒരിക്കലും. അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. ഒരു ഭാര്യയും ഭർത്താവിനെയും നമ്മൾ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്നോ നമ്മളുടെ കഴിവുകൊണ്ടോ ആണെന്ന് ഒരിക്കലും അഹങ്കരിക്കരുത്. ദൈവത്തിൻ്റെ കൃപയിൽ ഓരോ നിമിഷവും ആശ്രയിക്കുക. മുട്ടുകുത്തി ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഒരു ഭർത്താവും വഴിതെറ്റി പോയില്ല. ഭാര്യയ്ക്ക് വേണ്ടി മുട്ടുകുത്തി സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഒരു ഭാര്യയും വഴിതെറ്റി പോയില്ല. അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നതും കല്യാണം കഴിച്ചതുമായിട്ടുള്ള ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും പറയാനുള്ളത്, ഭർത്താക്കന്മാർ ഭാര്യയുടെ വിശുദ്ധിക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഭർത്താക്കന്മാർ ഭാര്യയുടെ വിശുദ്ധിക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹനങ്ങളും നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കും. അതുപോലെ തന്നെ കുട്ടികളെ സ്വീകരിക്കുന്നതിൽ നിങ്ങൾ ഒരിക്കലും ഒരു മടി വിചാരിക്കരുത്. ദൈവത്തിൻ്റെ സഹനത്തോട് ചേർത്ത് ആ കുഞ്ഞുമക്കളെ നിങ്ങളുടെ സഹനവുമായി ചേർത്ത് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഏറ്റവും ആരോഗ്യപരവും ഏറ്റവും ദൈവികപരവുമായി തീരും.